റാണീസ് കിച്ചണിൽ ഇന്ന് ഞാനൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. പുളിശ്ശേരി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും പുളിശ്ശേരി പല വിധത്തിലുണ്ടാക്കാൻ പറ്റും. അതിലൊരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് പുളിശ്ശേരി ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് നല്ല കട്ട തൈര് വേണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര്. അത് നമ്മൾ വീട്ടിൽ ഉറയൊഴിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വാങ്ങുന്ന തൈരിനെക്കാട്ടും പുളിശ്ശേരി ഉണ്ടാക്കാൻ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന തൈര് തന്നെയാണ് നല്ലത്. പിന്നെ വേണ്ടത്, ഞാനിവിടെ തേങ്ങ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 മുറി തേങ്ങ തിരുവിയത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. പിന്നെ 3 വെളുത്തുള്ളി അല്ലി, കുറച്ച് ജീരകം, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിതെല്ലാം കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം. വെള്ളം ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പോലെ അരച്ചിട്ടുണ്ട് തേങ്ങ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇട്ട് കൊടുക്കാം. തൈരിട്ട ശേഷം മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഒരുപാടിട്ട് കറക്കേണ്ടത് ഒന്ന് അടിച്ചാൽ മതി. ഇനി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽ മുളക് ചേർക്കാം. ഒരു 1/4 സ്പൂൺ ഉലുവ, കറിവേപ്പില. ഇനി ഇതിലേക്ക് ഈ തൊണ്ടൻ മുളക് 3-4 ചേർത്ത് കൊടുക്കാം. തൊണ്ടൻ മുളകെന്നും സാമ്പാർ മുളകെന്നും പറയുന്ന ഈ മുളക്, ഇതാണ് ഈ പുളിശ്ശേരിയുടെ പ്രത്യേകത. ഈ മുളകിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇത് വഴറ്റി ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാനിതിൽ പച്ചമുളകൊന്നും അരച്ചപ്പോൾ ചേർത്തിട്ടില്ല. ഈ മുളക് നന്നായൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കണം. അരപ്പൊഴിച്ചിട്ട് ജാറൊന്ന് കഴുകി ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അരപ്പൊട്ടും തന്നെ തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായാൽ മതി. ഗ്യാസ് എപ്പോഴും സിമ്മിൽ തന്നെ വയ്ക്കണം. ഇനി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി പുളിശ്ശേരി. ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് എല്ലാം കാണണം, ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നല്ല പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ചോറുണ്ണാൻ വളരെ ഇഷ്ടമാവും. ഇത് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. താങ്ക് യു.